ക്ഷയരോഗം ഭാരതത്തിൽ നിന്നും തുടച്ചുമാറ്റാൻ പുത്തൻ ചികിത്സാ പദ്ധതിക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരം. മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB രോഗികൾക്ക് പ്രത്യേക ചികിത്സാ മാർഗരേഖയാണ് അംഗീകരിച്ചത്. 6 മാസത്തിനകം രോഗം പൂർണ്ണമായി മാറുന്ന ഫലങ്ങൾ ഇല്ലാത്ത ചികിത്സാ രീതിക്കാണ് അംഗീകാരം. 2025ഓടെ രാജ്യത്തു നിന്നും ക്ഷയരോഗം പൂർണ്ണമായും തുടച്ചുമാറ്റാനുള്ള പദ്ധതിയാണ് ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതി അഥവാ നാഷണൽ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം. ആഗോള സഹസ്രാബ്ദ വികസന ലക്ഷ്യങ്ങളിൽ വ്യക്തമാക്കപ്പെട്ട പ്രകാരം 2030-ൽ TB നിർമ്മാർജ്ജനം സാധ്യമാക്കുക എന്നതായിരുന്നു. എന്നാൽ ഭാരതം അതിനും 5 വർഷം മുൻപേ 2025-ൽ തന്നെ TB പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള പ്രയത്നത്തിലാണ്. പദ്ധതിയുടെ ഭാഗമായി പുതുക്കിയ ചികിത്സാ രീതിക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അനുമതി നൽകി. മരുന്നുകളുടെ ഉപയോഗം മൂലം ക്ഷയരോഗാണുവിന് വർദ്ധിത പ്രതിരോധ ശേഷി ലഭിക്കുന്ന അവസ്ഥയാണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB. ഇത്തരം ക്ഷയരോഗം ചികിത്സിക്കുന്നതിന് പുതിയ ചിട്ടയ്ക്കാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ അംഗീകാരം. 2 വർഷം നീളുന്ന മുൻ ചികിത്സാ രീതിയിൽ നിന്നും വിഭിന്നമായി 6 മാസം കൊണ്ട് രോഗമുക്തി ഉറപ്പാക്കുന്നതാണ് ആധുനിക രീതി. ഈ രീതിയിൽ ചികിത്സ നൽകുന്നത് വഴി പാർശ്വഫലങ്ങളും കുറവാണ്. ചികിത്സാ രീതി പ്രധാനമായും 4 ഇനം മരുന്നുകളുടെ പ്രയോഗത്തിലൂടെയാണ് സാധ്യമാക്കുന്നത്. വിവിധങ്ങളായ ആൻറ്റിബയോട്ടിക്കുകളാണ് നേരത്തെ MDR-TB ചികിത്സയ്ക്ക് പ്രയോജനപ്പെടുത്തിയിരുന്നത്. എന്നാൽ ചെറുതും സങ്കീർണവുമായ നിരവധി പാർശ്വഫലങ്ങൾ ഉള്ളതാണ് ആ ചികിത്സാ രീതി. BPALM ചിട്ടപ്രകാരമുള്ള ആധുനിക ചികിത്സയ്ക്കാണ് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ബിഡാക്യുലൈൻ, പ്രെറ്റോമാനിഡ്, ലിനോസോളിഡ്, മോക്സിഫ്ലോക്സാസിൻ തുടങ്ങിയ മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ക്ഷയരോഗത്തിന് കൃത്യമായതെന്ന് ഗവേഷണ ഫലങ്ങൾ വ്യക്തമാക്കിയിരുന്നു. 75,000-ഓളം MDR-TB രോഗികളാണ് ഭാരതത്തിലുള്ളത്. ഇവർക്ക് ആധുനിക ചികിത്സ ലഭ്യമാക്കുന്നതോടെ 6 മുതൽ 8 മാസം വരെയുള്ള കാലയളവിൽ ക്ഷയരോഗം പൂർണ്ണമായും രാജ്യത്തു നിന്നും ഒഴിവാക്കാനാകുമെന്നാണ് പ്രതീക്ഷ.